Dear students, this is our next chapter, Formation of a Company. Here we are mainly discussing about what are the steps for form a public limited company. We can go through class. These are the three stages of company formation: promotion, incorporation and subscription of capital. These three steps or three stages are necessary for forming a public limited organization. But in a private organization, a private company has to complete only the first two stages because they are not allowed to acquire capital from the public by issuing shares. So they have only two stages, that is promotion and incorporation. First one is promotion. Promotion is the discovery of business opportunities and organization of funds, property and management ability into the business concern for the purpose of making profit. Promotion എന്ന് പറഞ്ഞാൽ first of all they are discover a business opportunity and they are organizing funds, then money, machinery, material, etc. and also management ability into a business for the purpose of making profit. The main objective of a profit is making profit. So for attaining that main objective or for attaining the anticipated profit, they are providing opportunities and they are ready to select opportunities and organization, fund mobilization, then മാനേജ്മെന്റ് എബിലിറ്റി ഇതൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെയുള്ള ആ വർക്കിനെ പറയുന്ന പേരാണ് പ്രൊമോഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് നോ അബൌട്ട് വാട്ട് ഈസ് ദി ഓപ്പർച്യൂണിറ്റി, വാട്ട് ഈസ് ദി ന്യൂ ഓപ്പർച്യൂണിറ്റി, എന്താണ് നമുക്ക് ഈ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി, മറ്റുള്ളവർ ചെയ്യുന്ന അതേ ബിസിനസ് അല്ലാതെ മാറി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ദെൻ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും കണ്ടെത്തുക. പ്രോപ്പർട്ടി, മെഷീനറി, മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് തുടങ്ങിയിട്ടുള്ള എംസ് എല്ലാം കണ്ടെത്തുക എന്നുള്ളത് പ്രൊമോഷന്റെ ഒരു ജോലിയാണ്. ദെൻ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ അറ്റൈനിങ് ദി അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. Promotion means the establishment of business into reality. They are help to establish business or they are help to convert our dreams into reality. നമ്മുടെ മനസ്സിലുള്ള ആ പ്രൊജക്റ്റിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Promoter. Who is the promoter? The person who perform the work of promotion and bring an enterprise into existence are known as promoters. ആരാണോ പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷനെ എന്താ പറയുക, ഓർഗനൈസേഷൻ ആക്കി മാറ്റുന്ന ആളാരാണോ ആ ആളെ പറയുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. അതായത് ആരാണോ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഐഡിയ കൺസീവ് ചെയ്യുന്നു, then they are arranging all money, machinery, material, etc. like elements, and then they are providing management ability also, and they are help the organization for attaining its objectives. These all activities are the functions of these all activities are also are known as promotion. Who are the person doing this promotion works is known as promoter. അപ്പൊ ആരാണോ ഈ പറഞ്ഞ എന്റർപ്രൈസസിനെ ഈ പറഞ്ഞ റിയാലിറ്റി ആക്കി മാറ്റാൻ സഹായിക്കുന്നത് ആ ആള് നമ്മൾ പറയുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. അവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. യൂസഫ് അലിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നമുക്കറിയാം ലുലു ആണ്. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടാണ് ഈ ഗ്രൂപ്പ്സ് തുടങ്ങിയിട്ടുള്ളത്. ദെൻ അത് കുടുംബ ബിസിനസ് പോലെ അദ്ദേഹത്തിലേക്ക് വന്നു ചേരുമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അതിന്റെ പാർട്ടായി മാറുമായിരുന്നു. അദ്ദേഹമാണ് അതിന് പുതിയ മാനങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തത്. അതുവരെ കണ്ടിരുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാറി ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പിക്ചർ അബുദാബി കണ്ടു തുടങ്ങിയത് ഈ പറഞ്ഞ ലുലു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്സിൽ കൂടിയാണ്. എല്ലാ സാധനങ്ങളും ഒരു കുടക്കയില്ല, അത് ഒരു സ്ഥലത്ത് എല്ലാം നിരത്തി വെച്ചിരിക്കുകയല്ല, ഡിഫറെന്റ് ഷോപ്സ് ആയിട്ട് എല്ലാവർക്കും പൊസിഷൻ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു മാൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അന്നത്തെ ആളുകൾക്ക് ഒരു വ്യത്യസ്തമായ ചിന്തയായിരുന്നു. അത് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇപ്പോൾ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ എന്താവാം, ഹി ഈസ് എൻ എന്റർപ്രണർ ഓർ ബിസിനസ് മാൻ
who gives birth to a business concern. ഒരു ബിസിനസ് കൺസേണിന് ജന്മം കൊടുക്കുന്ന ഒരാള്, അയാൾ എന്റർപ്രണർ ആവാം, ബിസിനസ്സുകാരനാവാം, ആരായാലും ആ കൊടുക്കുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊമോട്ടർ. എ പ്രൊമോട്ടർ മേ ബി എൻ ഇൻഡിവിജ്വൽ, എ ഫേം ഓർ എ കമ്പനി. അതൊരു ഇൻഡിവിജ്വൽ ആവാം, ഇദ്ദേഹത്തിനെ പോലെ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു ഫേം ആവാം. അതായത് ഒരു ഫേം അതിന്റെ ഉള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു, പുതിയൊരു രീതിയിലേക്ക് അതിനെ വളർത്തിയെടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അതൊരു ഫേം ആണ് അവിടെ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് യാതൊരു നിർബന്ധവുമില്ല പ്രൊമോട്ടർ മസ്റ്റ് ബി എൻ ഇൻഡിവിജ്വൽ എന്നുള്ള കാര്യത്തിൽ. അയാൾ ഒരു ഇൻഡിവിജ്വൽ ആവാം, ഓർ മേ ബി എ ഫേം ഓർ എൻ ഓർഗനൈസേഷൻ ഒരു കമ്പനി. സോ അപ്പൊ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഹി ഈസ് എൻ എന്റർപ്രണർ ഓർ ബിസിനസ് മാൻ who gives birth to the business concern or who convert business idea into the reality. Okay. What are the functions of promoters? First of all, identification of business opportunity. Promoter have to discover a business idea. It may be about a new line of business or the expansion of an existing business. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണേണ്ടത് എന്താണ്? ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രൊമോട്ടേഴ്സ് ആണ് സാധാരണയായിട്ട് ഒരു ബിസിനസ് ഐഡിയ കൺസീവ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ആള്. അത് പുതിയൊരു ബിസിനസ് ഐഡിയ ആവാം, പുതിയൊരു ലൈൻ ഓഫ് ബിസിനസ് ആവാം, അതായത് ഓൾറെഡി നമുക്കൊരു ബിസിനസ് ഉണ്ട്, അതിലേക്ക് പുതിയൊരു ബിസിനസ് കൂട്ടിച്ചേർക്കലാവാം, അത് എക്സ്പാൻഡ് ചെയ്യലാവാം, എന്തായാലും ഇന്നോവേറ്റീവ് ഐഡിയ. അതാണ് ആ ഐഡന്റിഫിക്കേഷൻ നടത്തുന്ന ആള്, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ആണ് ഏറ്റവും ആദ്യം ഒരു പ്രൊമോട്ടർ ചെയ്യേണ്ടത്. ഐഡന്റിഫൈങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. Then feasibility studies. It involves the evaluation and analysis of the potential for the proposed project. എത്രത്തോളം ഈ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു സ്റ്റഡിക്ക് പറയുന്ന പേരാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി അനലൈസ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ടോ, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡീസ്. Technical feasibility. Here the promoter have to ensure the project is technically possible, such as availability of raw material, infrastructure, adequate technology, etc. അതായത് ഒരു പ്രൊമോട്ടർക്ക് ഇവിടെ ഒരു ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല, അത് നമുക്ക് എന്തായിരിക്കണം, അത് ടെക്നിക്കലി നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതാണോ എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ വലിയൊരു ഐഡിയ ഉണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്, പക്ഷെ അത് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്കൽ നോളജ് നമുക്കില്ല, അതിനുള്ള ടെക്നോളജീസ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല, റോ മെറ്റീരിയൽ അവൈലബിൾ അല്ല, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പവർ, വാട്ടർ പോലെയുള്ള ഫെസിലിറ്റീസ്, റോഡ് പോലെയുള്ള ഫെസിലിറ്റീസ്, അതാണ് ഇൻഫ്രാസ്ട്രക്ചർ, അത് അവൈലബിൾ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ഹ്യൂജ് കോസ്റ്റ് വേണ്ടി വരുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പോകരുത്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം നമ്മൾ നടത്തേണ്ടത്. ഇതിന് വേണ്ട റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെങ്കിൽ മാത്രം അത്തരത്തിലുള്ള സ്റ്റഡീസിലേക്ക് ഇറങ്ങുക. കിട്ടില്ല എങ്കിൽ നമ്മൾ അതിനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ അതിനുള്ള ഒരു പ്രോഫിറ്റ് അപ്പുറത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. അതും നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നുണ്ട്, എക്കണോമിക് സ്റ്റഡി ചെയ്യുന്നുണ്ട്. Then financial feasibility. If the project acquires large funds which cannot be raised within the available means, it is better to stop that project. അതായത് ഈ പ്രോജക്റ്റിന് ഒരുപാട് പൈസ ആവശ്യമുണ്ട്, പക്ഷെ അത് നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ബെറ്റർ ടു സ്റ്റോപ്പ് ദാറ്റ് പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് നിർത്തിവെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അതായത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ചെലവ് വരുന്നുണ്ടെങ്കിൽ ചെലവ് ഒരിക്കലും നമുക്ക് കിട്ടുന്ന ലാഭത്തിനേക്കാൾ കൂടുതലാവരുത്. മാത്രമല്ല നമുക്ക് ലാഭമൊക്കെ കുറെ കൂടുതൽ കിട്ടുമായിരിക്കും, പക്ഷെ അത് വാങ്ങിക്കാനുള്ള ഒരു കഴിവ് കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് സ്ഥലം വിൽക്കാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഓൾമോസ്റ്റ് ഒരു 8 സെന്റോളം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതിൽ നിന്നൊരു 3 സെന്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കൂടെ അറ്റാച്ച് ചെയ്തു, നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ നമുക്ക് വിചാരിക്കാൻ വേണമെങ്കിൽ അത് 8 സെന്റും വാങ്ങിക്കാം, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് 3 സെന്റോ 2 സെന്റോ സൗകര്യം പോലെ എടുക്കാം. ഞങ്ങൾ വാങ്ങിച്ച വിലയിനേക്കാൾ ഒരുപാട് കൂടിയിട്ടാണ് നമ്മളിപ്പോ, അതായത് എല്ലാവരും ഒരുമിച്ച് വാങ്ങിച്ചതാണ് സ്ഥലം, ഇപ്പൊ അത് ഒരുപാട് കൂടിയിട്ടാണ് നമ്മളത് വാങ്ങിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അപ്പൊ എല്ലാവരും ചോദിച്ചു എന്തിനാ ഇത് ഇവിടെ നിന്ന് ഇത്ര കഷ്ണമായിട്ട് മുറിച്ചെടുത്തത്, അത് മുഴുവൻ വാങ്ങായിരുന്നില്ലേ? മുഴുവൻ വാങ്ങിച്ചാലും പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ മുഴുവൻ വാങ്ങിച്ചു, 5 സെന്റ് നമ്മൾ അവിടെ മാറ്റിയിട്ടു, 3 സെന്റ് നമ്മുടെ പ്രോപ്പർട്ടിയോട് അറ്റാച്ച് ചെയ്തിട്ടു എങ്കിൽ അതിന് ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അത് വിൽക്കുകയാണെങ്കിൽ ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി പൈസ നമുക്ക് അപ്പൊ കിട്ടും ചിലപ്പോ. പക്ഷേ ഇത് വാങ്ങണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. തൽക്കാലം നമ്മൾ വിചാരിച്ചിട്ട് ഒരു 3 സെന്റിനുള്ള പൈസയെ നമുക്ക് തികയുള്ളൂ.
അപ്പൊ നമ്മൾ 8 സെന്റ് എടുക്കാൻ പോയാൽ എങ്ങനെ എത്താനാ? ഏത് സോഴ്സിൽ കൂടി നമുക്കത് ഏൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാ സോഴ്സും കൂടെ വെട്ടിപ്പിടിച്ചാൽ നമുക്ക് അത് എന്താവണം, നമുക്കത് എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റണം. കൊടുത്തു തീർക്കാൻ അവധിയില്ലാത്ത കടങ്ങൾ വാങ്ങാതിരിക്കുകയാണ് നല്ലത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതാണെങ്കിൽ വലിയ കടവും പ്രശ്നമൊന്നും ഇല്ലാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാം. വല്ലവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്നും അതൊരു എന്താ പറയുക, ഡെമോക്രസിന്റെ വാള് പോലെ തലയുടെ മുകളിൽ ഇങ്ങനെ ഞാന്ന് കിടക്കും, അല്ലെ? എന്നാൽ എപ്പോഴും അത് പൊട്ടി വീഴാന്ന് പേടിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പൊ അതിന് നിൽക്കണ്ട. പറയുമ്പോ എന്താ, നമുക്ക് അപ്പുറത്ത് പ്രോഫിറ്റ് കിട്ടും, ഉറപ്പാണ് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ എന്ന് വിചാരിച്ച് എനിക്ക് പോസിബിൾ അല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. ലാർജ് ഫണ്ട് ഉണ്ട്, വേണം. ആ ലാർജ് ഫണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്തരം പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാണ് നല്ലത്. ദെൻ അടുത്തതാണ് ഇക്കണോമിക് ഫീസിബിലിറ്റി. ഈവൻ ഇഫ് ദി പ്രോജക്റ്റ് ഈസ് ടെക്നിക്കലി ആൻഡ് ഫിനാൻഷ്യലി വയബിൾ, ഇറ്റ് മേ ബി പുവർ പ്രോഫിറ്റബിലിറ്റി, സോ ദാറ്റ് ദി പ്രൊമോട്ടർ ഹാവ് ടു ടേക്ക് എക്സ്പെർട്ട് അഡ്വൈസ്. അതായത് എന്താ പറയുന്നത്, ഈവൻ ടെക്നിക്കലി ഫീസിബിൾ ആണ്, ഫിനാൻഷ്യലി ഫീസിബിൾ ആണ്, അങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി വളരെ കുറവാണ്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മുടക്കിയ തുകയുടെ അത്രയും നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കേസിലാണെങ്കിൽ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഇല്ല, പക്ഷെ ഈ സ്ഥലം വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട്. അയാൾ പറയുന്ന വിലയ്ക്ക് ഇപ്പൊ നമ്മൾ ആ സ്ഥലം വാങ്ങിച്ചിട്ടു, എന്നാൽ ഭാവിയിൽ ഈ സ്ഥലത്തിന് ഇത്ര വില കിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ പറഞ്ഞ നമ്മളെ ഒരു പൈസ ഉണ്ട് എന്ന് മാത്രം വിചാരിച്ചിട്ട് നമ്മൾ ആ സ്ഥലം വാങ്ങിയെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതവിടെ ഡ്രോപ്പ് ചെയ്യാണ് നല്ലത്. അതാണ് ഇക്കണോമിക് ഫീസിബിലിറ്റി. അതായത് ഇഫ് എ പ്രോജക്റ്റ് ഈസ് ടെക്നിക്കലി ഗുഡ് ആണ്, ദെൻ ഫിനാൻഷ്യലി വയബിൾ ആണെങ്കിൽ പോലും, ഇഫ് ഇറ്റ് ഹാവ് എ പുവർ പ്രോഫിറ്റബിലിറ്റി, നമുക്ക് അത്തരത്തിലുള്ള പ്രോജക്റ്റ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത്. Only when the above feasibility studies give positive results, the promoter can launch a new project. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഒരു പ്രൊമോട്ടർ എന്ത് ചെയ്താൽ മതി? പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി, അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള സ്റ്റഡിയാണ് നമ്മൾ ചെയ്തത്. 3 സ്റ്റഡീസ് ആണ് നമ്മൾ അതിൽ ചെയ്തത്. ഇക്കണോമിക് സ്റ്റഡി, ടെക്നിക്കൽ സ്റ്റഡി, ദെൻ ഫിനാൻഷ്യൽ സ്റ്റഡി, ദെൻ ഇക്കണോമിക് സ്റ്റഡി. ടെക്നിക്കൽ സ്റ്റഡിയിൽ റോ മെറ്റീരിയൽ, ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവൈലബിൾ ആണോ നോക്കി. ഫിനാൻഷ്യൽ സ്റ്റഡിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഫിനാൻഷ്യലി നമുക്ക് വയബിൾ ആണോ, അതായത് എത്രത്തോളം ഫിനാൻസ് നമുക്ക് ഇതിനാവശ്യമുള്ളത് അത്രയും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കൂ എന്ന് നമ്മൾ നോക്കി, ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇക്കണോമിക് സ്റ്റഡി. അതായത് ടെക്നിക്കലി ഫീസിബിൾ ആണ്, ഫിനാൻഷ്യലി വയബിൾ ആണ്, ബട്ട് ഇറ്റ് ഹാവ് പുവർ പ്രോഫിറ്റബിലിറ്റി, സോ വി ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് പ്രോജക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇത് 3ഉം ഓക്കെ ആണെങ്കിൽ, these 3 studies give a positive results, then the promoter launch a new project. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു ഐഡിയ കൺസീവ് ചെയ്തു, then അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി, അത് ഓക്കെ ആണ്. അപ്പൊ ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്. അടുത്തത് എന്താണ്? നെയിം അപ്രൂവൽ. They have to select a name for the company and it should not be identical or same to an existing company. അതായത് നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ ഓർഗനൈസേഷന് പറ്റിയ ഒരു പേര് കണ്ടുപിടിക്കാം. പേര് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഈ പെർഫെക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തുന്ന വിധത്തിലായിരിക്കണം. അപ്പൊ അവിടെ LG എന്ന് പറയുന്നത് നമുക്കറിയാം. അവിടെ ആ LG എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അതെന്താണ്. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് അവർ ഡീൽ ചെയ്യുന്നത് മെയിൻ ആയിട്ടും. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ പോലെ. TV അധികം ഇല്ല, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഏരിയയിലാണ് അവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. LGയുടെ എംബ്ലം നോക്കൂ, LG എന്ന് എഴുതിയതാണ്, ദെൻ ഒരു ഡോട്ടും കൂടെ അതിൽ അഡീഷണൽ ഉണ്ട്. അപ്പൊ എംബ്ലം കാണുമ്പോൾ തന്നെ ഇത് LGയുടെ ആണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അല്ലെ? നമ്മൾ കാറുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇന്ന എംബ്ലം, ഇത് ഇന്ന ഇതാണ്, ഇന്നത് ഇന്നേന്റെയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നെയിം എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. ആ നെയിം ഒരിക്കലും ഐഡന്റിക്കൽ ആവരുത്, ഒരേപോലെയുള്ളതാവരുത്, ദെൻ സെയിം ആയിരിക്കരുത്. ഉള്ള ഒരു കമ്പനിയുടെ ഐഡന്റിക്കൽ അല്ലെങ്കിൽ സെയിം ആയിരിക്കരുത്. ഉള്ള ഒരു കമ്പനിയുടെ അതേ പേര് തന്നെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നെയിം അപ്രൂവൽ എടുക്കാനായിട്ട് പറ്റില്ല. If it is satisfied by the registrar of company, it will approve. അപ്പൊ നമ്മൾ രജിസ്ട്രാർക്ക് അതൊക്കെ സമർപ്പിക്കുമ്പോൾ പേര് അതേപോലത്തെ വേറെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ അത് തള്ളും. അപ്പൊ ഇല്ല, കുഴപ്പമില്ല, രജിസ്ട്രാർ അത് ഓക്കെയാണ്, ഇങ്ങനത്തെ ഒരു പേര് മുന്നേ വന്നിട്ടില്ല എന്നുള്ളത് കണ്ട് അത് അപ്രൂവ് ചെയ്യുക. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഫിക്സിംഗ് അപ്പ് ഓഫ് സിഗ്നേച്ചറീസ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. Promoters have to fix the members who are willing to sign the Memorandum of Association and obtain their written consent to act as directors and to take the qualification shares. എന്താണ് പറയുന്നത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ
സൈൻ ചെയ്യേണ്ടത് ആരൊക്കെയാണ് എന്നുള്ളത് ഫിക്സ് ചെയ്യണം. ആ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ കൺസെന്റ് വാങ്ങിക്കണം. കൺസെന്റ് പറഞ്ഞ സമ്മതപത്രമാണ് കേട്ടോ. അവരിൽ നിന്ന് ഒരു സമ്മതപത്രം വാങ്ങിക്കണം. എന്താണ്? ഞങ്ങൾ ഡയറക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്ത് കൊള്ളാം, ഞങ്ങൾ ക്വാളിഫയിങ് ഷെയർസ് എടുത്തുകൊള്ളാം. ഡയറക്ടേഴ്സ് ആകുമ്പോൾ അവിടെ എന്ത് വേണം? ക്വാളിഫയിങ് ഷെയർസ് അവർ എടുത്തിരിക്കണം നിർബന്ധമുണ്ട്. അതെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൺസെന്റ് എഴുതി വാങ്ങണം. അതാരൊക്കെയാണ് ആ മെമ്പേഴ്സ് എന്നുള്ളത് ഫിക്സ് ചെയ്യാം. അതായത് കൂടുതൽ ഈ പ്രൊമോട്ടറിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയാണ് സാധാരണ ആരാക്കുന്നത്? ഡയറക്ടേഴ്സ് ആക്കി മാറ്റുന്നത്. എസ്പെഷ്യലി ഇപ്പൊ പ്രൊമോട്ടർ ആയിട്ടുള്ള ഒരു ആളുണ്ട്, അയാളുടെ കുടുംബാംഗങ്ങൾ, അയാളുടെ റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ആളുകളായിരിക്കും അധികം ഡയറക്ടേഴ്സ്. പിന്നെ പുറത്തുനിന്നുള്ള കുറച്ച് പേര് കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു തീരുമാനം എടുക്കുമ്പോൾ കൂടുതൽ ഈ പ്രൊമോട്ടർക്ക് അനുകൂലമായ രീതിയിലുള്ള തീരുമാനങ്ങളാവും വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന തീരുമാനത്തിന് പിന്താങ്ങുന്ന പോലെയാണ് ഡയറക്ടേഴ്സ് പെരുമാറുക. അങ്ങനെയുള്ളവരെയാണ് ഡയറക്ടേഴ്സ് ആക്കി മാറ്റുന്നത്. അപ്പൊ അവരെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ കൺസെന്റും വേണം, അതുപോലെ ക്വാളിഫയിങ് ഷെയർസ് എടുക്കാം എന്നുള്ള ഒരു സമ്മതം കൂടെ വേണം. ഓക്കെ, അടുത്തത് എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊഫഷണൽസ്. Promoters are entitled to appoint professionals like mercantile bankers, auditors, etc. to assist them in the formalities of registration of the company. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ വേണ്ട ഇപ്പം മെർക്കൻഡൈൽ ബാങ്കേഴ്സോ ഓഡിറ്ററോ ആരെങ്കിലും ഒരാളൊക്കെ ഈ രജിസ്ട്രേഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതോറിറ്റീസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഫംഗ്ഷൻ. മെർക്കൻഡൈൽ ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് സഹായിക്കുന്ന തരത്തിലുള്ള ബാങ്കുകളാണ് കേട്ടോ. അവരൊരിക്കലും പുറത്ത് ഇൻഡിവിജ്വൽ പേഴ്സണെ സഹായിക്കില്ല. ബിസിനസ് ഓഫ് ബിസിനസ്മാനാണ് അവർ കൂടുതലായിട്ട് സഹായിക്കുന്നത്. മെർക്കൻഡൈൽ എന്ന് പറഞ്ഞാൽ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കുകളാണത്. അതേപോലെ ഓഡിറ്റേഴ്സ് ഇവരെ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യാനുള്ള ആളാണ്. ഈസ് ഓൾസോ എ പ്രൊഫഷണൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ചെയ്യേണ്ടത്. അടുത്തത് preparing necessary documents. Promoters are bound to prepare necessary documents for registration such as Memorandum of Association, Articles of Association, prospectus or statement in lieu of prospectus, list of directors, etc. ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ സമയത്ത് ആവശ്യമുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിൽ മെയിൻ ആയിട്ടുള്ള സാധനമാണ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ്, പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇതെല്ലാം ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് ഫങ്ഷൻസിൽ പറയുന്നത്. 6 ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെക്കണം എന്ന് പറഞ്ഞു. ഇനി അതിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ് അടുത്ത നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു ഐഡിയ ആദ്യം നമുക്ക് തോന്നി, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി. ദെൻ ആ ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നമ്മൾ എന്ത് നടത്തി? ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ തന്നെ ടെക്നിക്കലി, ഇക്കണോമിക്കലി, പ്രോഫിറ്റ് മറ്റേ എന്താ പറയുക, ഫൈനാൻഷ്യലി ഒക്കെ വയബിൾ ആണ് നോക്കി, ഒക്കെ ഓക്കെ ആണ്, പോസിറ്റീവ് ആണ്. ദെൻ വി മൂവ് ത്രൂ ദി നെക്സ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് നെയിം അപ്രൂവൽ. ഒരു നെയിം ഒരിക്കലും എന്തായിരിക്കരുത്? ഐഡന്റിക്കൽ അല്ലെങ്കിൽ സെയിം ആയിരിക്കരുത്. ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ഐഡന്റിക്കലോ അല്ലെങ്കിൽ സെയിമോ ആയിരിക്കരുത്. അത് രജിസ്ട്രാർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കൺസെന്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ്, അതായത് they are willing to act as a director and they are willing to take the qualifying shares എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി തരുന്ന ആ ഒരു വില്ലിങ്നെസ് എടുക്കുക എന്നുള്ളതാണ്. അടുത്തത് എന്താണ്? പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. ഓഡിറ്റേഴ്സ്, മെർക്കൻഡൈൽ ബാങ്കേഴ്സ് തുടങ്ങിയിട്ടുള്ളത്. കാരണം they are necessary for completing the registration process. അതുകൊണ്ട് അവരെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ഡോക്യുമെന്റേഷൻ. പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻ. അതെല്ലാം നമ്മൾ തയ്യാറാക്കി വെക്കണം. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിൽ വരുന്നത് 6 ഡോക്യുമെന്റ്സ് ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കൺസെന്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ്, എഗ്രിമെന്റ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, പേയ്മെന്റ് ഓഫ് ഫീസ്. ദാറ്റ് ഈസ് ദി പ്രൊസീജിയർ ഫോർ registration and these all documents are necessary for registration. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ MOA എന്ന് പറയുന്നു. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ AOA. then consent, agreement, statutory declaration, payment. ഈ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും ആണ്. ഞാൻ ബാക്കിയുള്ളത് നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. Memorandum is the most important document of a company. It defines the objects and powers of a company and the company's relationship with the outside world. That is the main point. Memorandum of Association is the conversation between organization and outside world. It defines what are the objectives of the organization, what are the powers insisted in the directors, or insisted in the company.
All these elements can be shown in Memorandum of Association, and it is the most important document of the company. And while preparing a Memorandum of Association, great care should be taken because the company cannot go beyond the limits laid down in it, as it is charter or Magna Carta of the company. യെസ്, മാഗ്ന കാർത്ത എന്നാണ് പറയുന്നത്. നാഴികക്കല്ല് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ബട്ട് വി മസ്റ്റ് പ്രൊവൈഡ് പ്രോപ്പർ കെയർ ഫോർ പ്രിപ്പയറിംഗ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ because the company cannot go beyond the limits laid down in the memorandum. മെമ്മോറാണ്ടത്തിൽ എഴുതിയതിനെ വിട്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായ കെയർ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് മെമ്മോറാണ്ടത്തിൽ ചേർക്കേണ്ടത്, എന്തൊക്കെയാണ് മെമ്മോറാണ്ടത്തിൽ എങ്ങനെയൊക്കെയാണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ. So this is the first document of the organization, or most important document of the organization. This memorandum defines what are the objectives of the organization, what are the power of organization, everything which is related with the organization, and this is a communicating organization with the outside world. Generally ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർക്ക് what are the objectives or for what purpose we are providing, we are set up this organization, ഇതെല്ലാം അറിയണമെങ്കിൽ അത് മെമ്മോറാണ്ടത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ദെൻ മെമ്മോറാണ്ടത്തിൽ അതിനുള്ള എല്ലാ കാര്യവും ക്ലോസുകളായിട്ട് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. മെമ്മോറാണ്ടം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റ് കെയർ വേണം. കാരണം എന്താണ്, അത് വിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ചാർട്ടർ ഓർ മാഗ്ന കാർത്ത ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓർ ക്ലോസസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? ഫസ്റ്റ് വൺ ഈസ് നെയിം ക്ലോസ്. ഇറ്റ് കണ്ടെയ്ൻസ് നെയിം ഓഫ് ദി കമ്പനി. ഓർഗനൈസേഷന്റെ പേര് ഉൾക്കൊള്ളുന്ന ക്ലോസ് ആണ് നെയിം ക്ലോസ്. എന്താണ് കമ്പനിയുടെ പേര്, അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് രജിസ്ട്രാർ അപ്രൂവൽ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നെയിം ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A company can have any name subject to the following conditions. It must not be identical to the name of an existing company. It should not give an impression that the company has a connection with the government or national heroes. It should end with the word limited or private limited. എന്താണ് പറയുന്നത്, ഈ കമ്പനിക്ക് ഒരിക്കലും ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഐഡന്റിക്കൽ ആവാൻ പാടില്ല, സെയിം ആവാൻ പാടില്ല. പിന്നെ ഇതിന് ഗവൺമെന്റുമായിട്ടോ നാഷണൽ ഹീറോസുമായിട്ടോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ പാടില്ല. അതായത് ഗാന്ധിജിയുടെ പേര് ചേർക്കുക, നെഹ്റുവിന്റെ പേര് ചേർക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ദെൻ ഇതിന് ഗവൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളൊന്നും നമ്മൾ അതിൽ ഉപയോഗിക്കാൻ പാടില്ല. then it should end with the word limited or private limited. Limited എന്നുള്ള വാക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വാക്കോ വെച്ചിട്ട് വേണം ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നെയിം ക്ലോസിൽ പറയുന്നത്. വാട്ട് ഈസ് ദി എക്സാക്ട് നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ, അതാണ് നെയിം ക്ലോസിൽ നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഇറ്റ് മസ്റ്റ് നോട്ട് ബി എൻ ഐഡന്റിക്കൽ ഓർ സെയിം ടു എൻ എക്സിസ്റ്റിംഗ് കമ്പനി ആൻഡ് ഇറ്റ് ഹാവ് നോ കണക്ഷൻ വിത്ത് it should not give an impression that the company has a connection with the government or national heroes. Then it should end with the word limited or private limited. Okay. Then the second clause is domicile clause or situational clause or registered office clause. It contains a place or state where in the company's registered office is situated. എവിടെയാണ് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് നിലനിൽക്കുന്നത്, ആ സ്ഥലവും സ്റ്റേറ്റും അഡ്രസ്സും ഒക്കെ പറയുന്ന ക്ലോസ് ആണ് ഡൊമിസൈൽ ക്ലോസ്. ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ വാസസ്ഥലം എന്നാണ് അർത്ഥം. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് വസിക്കുന്ന സ്ഥലം. സിറ്റുവേഷൻ, എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്ന് പറയുന്ന ക്ലോസ്, അതാണ് ഡൊമിസൈൽ ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ. Exact address of the registered office is not required at the time of registration, but it should be informed to the registrar within 30 days. എന്താണ് പറയുന്നത്, എക്സാക്ട് അഡ്രസ് എവിടെയാണെന്നുള്ളത് രജിസ്ട്രേഷൻ ടൈമിന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ രജിസ്ട്രാറെ അത് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചിരിക്കണം. ദാറ്റ് ഈസ് ദി സെക്കൻഡ് ക്ലോസ്. Then the third clause is object clause. It defines the purpose for which the company is formed. എന്തിനു വേണ്ടിയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അത് പറയുന്ന ക്ലോസ് ആണ് ഓബ്ജക്ട് ക്ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ദി മെമ്മോറാണ്ടം ഈസ് ദി മാഗ്ന കാർത്ത ഓഫ് ദി
organization. At the same time, it defines what are the objects of the organization, what are the power of the organization. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ ക്ലോസ് ആണ് ഒബ്ജക്ട് ക്ലോസ്. എന്തിനു വേണ്ടിയാണ് ഈ കമ്പനി നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്? ദി എയിം ഓഫ് ദി കമ്പനി ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ഒബ്ജക്ട് ക്ലോസ്. എക്സാമ്പിൾ ആയിട്ട് കാർ മാനുഫാക്ചറിങ്. ആ ഒരു കമ്പനി ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള മെഷീനറിയും കാര്യങ്ങളും വെച്ചിട്ടുള്ള കമ്പനി കാർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു കാർ മാത്രമേ മാനുഫാക്ചർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അവിടെ ഒരു വാൻ മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ഓക്കെ, അതാണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. Then next one is liability clause. It defines the liability of members is limited. ഇത് പറയുന്നത് എന്താണ്? Liability of members is limited. Liability limited ആണ്. This clause limits the liability of members to the amount unpaid on the shares owned by them. അതായത് ഒരാൾ ഒരു ഷെയർ എടുത്തു. ഇപ്പൊ ഞാനൊരു ഷെയർ എടുത്തു ഒരു ഓർഗനൈസേഷന്റെ. ആ ഷെയറിന്റെ വാല്യൂ 100 രൂപയാണ്. അത് ഞാൻ എടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ മണി ആയിട്ട് അയാൾക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കണം. ഇപ്പൊ ഒരു 20 രൂപ ഞാൻ അയച്ചു കൊടുത്തു ആപ്ലിക്കേഷൻ മണി. ദെൻ അലോട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനി പറഞ്ഞു 40 രൂപയും കൂടി അയക്കൂ. അപ്പൊ ഞാനൊരു 40 രൂപ അയച്ചു കൊടുത്തു. അപ്പൊ 60 രൂപ ഓൾറെഡി ഞാൻ കൊടുത്തു. ദെൻ അത് കഴിഞ്ഞ് ഫസ്റ്റ് കോൾ സമയത്ത് പറയാണ് കമ്പനിക്ക് ആവശ്യം വന്നപ്പോൾ പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ കോൾ മണി അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അലോട്ട്മെന്റ് ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് കോൾ അങ്ങനെയായിട്ടാണ് സാധാരണ ഈ എമൗണ്ടുകൾ കളക്ട് ചെയ്യപ്പെടുന്നത്. കോൾ ടൈമിന് നമ്മളോട് അടയ്ക്കാൻ പറഞ്ഞ 20 രൂപയാണ് അടയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഞാൻ 60 കൊടുത്തു. ഷെയർ ആപ്ലിക്കേഷന് കൂടെ 20ഉം അലോട്ട്മെന്റിന്റെ സമയത്ത് 40ഉം ദെൻ കോളിന്റെ ടൈമിന് 20ഉം. അങ്ങനെ ആ 60ഉം 20ഉം കൂടി ആകുമ്പോൾ 80 രൂപയാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഒരു 20 റുപ്പീസ് അവർ എന്ത് ചെയ്യുന്നു? റിസർവ് പോലെ അവിടെ കരുതി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഈ 20 റുപ്പീസേ ഉള്ളൂ. ഇനി ബാക്കി കമ്പനിക്ക് ഒരു 50 കോടി നഷ്ടം വന്നാലും ഞാൻ ആകെ കമ്പനിയിൽ കൊടുക്കേണ്ടത് എത്രയാണ്? 20 രൂപയാണ്. അപ്പോൾ my liability is limited. My liability is limited up to the unpaid amount of shares. എത്രയാണോ ഞാൻ ഷെയർ കൊടുക്കാനുള്ള പൈസ അത്രയായിട്ട് ആ എമൗണ്ട് ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫേസ് വാല്യൂ ഓഫ് ദി ഷെയർ ഈസ് ₹10, on which ₹6 paid. The liability of the shareholder is limited to the balance amount of ₹4 only. 10 രൂപയാണ് ഷെയറിന്റെ ഫേസ് വാല്യൂ. 6 രൂപ നമ്മൾ കൊടുത്തു. ലയബിലിറ്റി എത്ര രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്? 4 രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ബാക്കി കൊടുക്കാനുള്ള എമൗണ്ട് 4 രൂപയാണ്. ആ 4 രൂപ വരെ നമുക്ക് എന്തുള്ളൂ? ലയബിലിറ്റി ഉള്ളൂ. അടുത്ത ക്ലോസ് എന്താണ്? ക്യാപിറ്റൽ ക്ലോസ്. ഇറ്റ് ഡിഫൈൻസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ ദി കമ്പനി. ഒരു കമ്പനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റൽ എത്രയാണോ അത് കാണിക്കുന്ന ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ് എന്നുള്ളത്. എത്രത്തോളം ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നത് ഈ ക്ലോസ് വഴിയാണ്. ദെൻ ഇത് വിട്ടിട്ട് ഒരു എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ് ക്ലോസ് സ്റ്റേറ്റ്സ് ദി മാക്സിമം ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട്. ഇപ്പോൾ 1,00,000 രൂപയാണ് ഒരു കമ്പനിക്ക് ഏൺ ചെയ്യാൻ പറ്റുക ഷെയർ ഇറക്കിയിട്ട്. ഇപ്പോൾ 10 രൂപയുടെ ഷെയർ ആണ് ഇറക്കണതെങ്കിൽ 10,000 ഷെയർ ഇറക്കി 1,00,000 രൂപ ഏൺ ചെയ്യാമെന്ന് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ എന്താവശ്യം വന്നാലും മാക്സിമം അവർക്ക് വാങ്ങിക്കാവുന്നത് ഈ 1,00,000 ക്യാപിറ്റൽ എമൗണ്ട് മാത്രമാണ്. അതിൽ കൂടുതൽ വാങ്ങിക്കാൻ പറ്റില്ല. പല കാറ്റഗറി ഉണ്ട് കേട്ടോ ക്യാപിറ്റലിന്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, അപ്ലൈഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ദി മാക്സിമം ലിമിറ്റ് ഓഫ് ദി ക്യാപിറ്റൽ വിച്ച് ക്യാൻ ബി ഏൺ ബൈ എൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ നമുക്ക് അത്ര ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1 lakh shares of ₹10 each comprises to total capital of 10 lakhs. If we are noting these 10 lakhs as capital clause into the Memorandum of Association, we cannot breach the limits of this 10 lakhs. ഒരിക്കലും നമുക്ക് ആ 10 ലക്ഷത്തിന്റെ പരിധി വിട്ടിട്ട് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. Then last one ആണ് association clause. It is the declaration stating the willingness of the members to associate in order to form a company and to take shares in the company. കമ്പനിയുടെ ഷെയർ എടുക്കാം എന്നുള്ള ആ ഒരു വില്ലിങ്നെസ് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ക്വാളിഫയിങ് ഷെയർസ് എടുക്കാം എന്ന് പറയുന്ന ആ ഒരു വില്ലിങ്നെസ് കൊടുക്കണം. ആ ഒരു ഇതിൽ എന്താ പറയുന്നത്, ആ മെമ്പേഴ്സിന്റെ ഡിക്ലറേഷൻ ആണ്. അത് കാണിച്ചിട്ടുള്ള ക്ലോസ് ആണ് എന്ത്? അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. It must be signed by at least 7 persons in case of public company and by at least 2 in case of private company.
പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൽ 7 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം, എന്നാലേ കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ. അതേപോലെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഓർഗനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അത് പറയുന്ന ക്ലോസ് ആണ് എന്ത്, അസോസിയേഷൻ ക്ലോസ്. അപ്പോൾ ഹിയർ വി ആർ ലിസ്റ്റിംഗ് ദി കണ്ടന്റ് ഓഫ് മെമ്മോറാണ്ടം. ഫസ്റ്റ് ഓഫ് ഓൾ നെയിം ക്ലോസ്. അവിടെ കാണിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഐഡന്റിക്കൽ. മാത്രമല്ല കമ്പനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഗവൺമെന്റ് എന്നുള്ള വാക്കോ നാഷണൽ ഹീറോസോ ആയിട്ടുള്ള റിലേഷൻഷിപ്പോ ഉണ്ട് എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതേപോലെ പബ്ലിക് കമ്പനി എല്ലാ കമ്പനിയുടെയും അവസാനത്തിൽ ലിമിറ്റഡ് എന്നോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ ആയിട്ട് ഒരു ടെയിൽ എൻഡ് കൂടെ നമ്മൾ കൊടുത്തിരിക്കണം. അടുത്ത ഡൊമിസൈൽ ക്ലോസ് ആയിരുന്നു. ഡൊമിസൈൽ ക്ലോസിൽ നമ്മൾ എന്താ പറയുന്നത്, വെയർ ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി ഓർഗനൈസേഷൻ സിറ്റുവേറ്റഡ്. ഓർഗനൈസേഷന്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് എന്ന് പറയുന്ന ക്ലോസ് ആണ് ഡൊമിസൈൽ ക്ലോസ് എന്ന് പറയുന്നത്. സിറ്റുവേഷൻ ക്ലോസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിൽ നമുക്ക് കൃത്യമായിട്ട് രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സ് കൃത്യമായിട്ട് കാണിക്കണം എന്നില്ല രജിസ്ട്രേഷൻ സമയത്ത്. അത് എപ്പോൾ കാണിച്ചാൽ മതി, വിത്തിൻ 30 days ആഫ്റ്റർ രജിസ്ട്രേഷൻ നമുക്ക് കാണിച്ചാൽ മതി. Then അടുത്തത് ഓബ്ജക്ട് ക്ലോസ്. വാട്ട് ആർ ദി സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ, അത് കാണിക്കുന്ന ക്ലോസ് ആണ് ഓബ്ജക്ട് ക്ലോസ്. ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ആർ ലിമിറ്റഡ് അപ് ടു ദി അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർസ്. ഷെയർസ് നമുക്ക് കൊടുക്കാൻ ബാക്കിയുള്ള എമൗണ്ട് വരയ്ക്കും നമ്മുടെ ലയബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ക്ലോസ്. മാക്സിമം ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദി കൺസേൺ, അതാണ് കാണിക്കുന്നത് ക്യാപിറ്റൽ ക്ലോസിൽ. അത് വിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല. ലാസ്റ്റ് വൺ ഈസ് അസോസിയേഷൻ ക്ലോസ്. ദാറ്റ് ഈസ് ദ വില്ലിംഗ്നെസ് ആണ്, വില്ലിംഗ്നെസ് ഓഫ് മെമ്പേഴ്സ്. In public organization there must be signed by 7 person, and in private sector organization there must be 2 members. അപ്പോൾ അങ്ങനെയാണ് ഈ കണ്ടന്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക് യു.